കൂട്ടുകാരെ വായോ, ഒരു കൂട്ടം കാണിച്ചു തരാട്ടാ. അതാ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂട്ടം. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. 375 രൂപ അടച്ചപ്പോൾ കിട്ടിയതാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. നമുക്ക് 10 എണ്ണം ഉണ്ട്. 10 ചട്ടിയാണ് നമുക്ക് കിട്ടിയത്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ്. അപ്പോൾ ഞാനെല്ലാം നിരത്തി വെച്ചിട്ട് അതിന് വേണ്ട ചെടികളും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മാത്രമല്ല, അത് നിറയ്ക്കാനുള്ള വളമുള്ള മണ്ണും അതും കൂടി ഒരുമിച്ചാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ എല്ലാം നിരത്തി വെക്കട്ടെ. വെച്ചിട്ട് ചാക്ക് പൊട്ടിച്ച് നമുക്ക് മണ്ണ് നിറയ്ക്കാം. അപ്പോൾ എല്ലാവരും വായോ, എല്ലാവരും എൻ്റെ ചാനൽ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. സിനി അന വ്ലോഗാണേ യൂട്യൂബിലെ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സിനി ജോൺ 84. അപ്പോൾ എല്ലാ ചട്ടിയും ഞാൻ നിറയ്ക്കുന്നത്, പക്ഷേ ചെറുതായിട്ട് മധുരമുള്ളത് ചെയ്യാൻ പാടില്ല. നിറയ്ക്കാവുന്ന രീതി തന്നെയാണ് ഇത് ഇവിടെ കിട്ടിയത്. ഈ വീടുകളിൽ കണ്ടല്ലോ ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന തന്നെ കാണിക്കാൻ പറ്റില്ല. അത് ഇഷ്ടമായില്ലെങ്കിൽ വിചാരിച്ച് ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞു കൊണ്ട് ഞാൻ കുറച്ച് പ്രയാസപ്പെട്ട് മണ്ണ് നിറയ്ക്കാൻ പോവാണേ. നോക്കിക്കോണേ, കണ്ടോ, എല്ലാം വളം എല്ലാം ഉൾപ്പെട്ട മണ്ണാണ്. എന്തൊക്കെയോ അതിൽ ചേർത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ചട്ടിയിലും കുറേശ്ശെ കുറേശ്ശെ മണ്ണ് നിറച്ചു. ഫുള്ളായിട്ട് നിറയ്ക്കാനുള്ളത് മിച്ചവും ഉണ്ടായിരുന്നു. ആ മണ്ണ് 2 ചാക്കുണ്ടായിരുന്നു. 10 ചട്ടി നിറച്ചിട്ട് ഇനി ഒരു 1.5 ചട്ടി നിറയ്ക്കാവുന്ന രീതിയിലുള്ള മണ്ണുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നിറച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. ഏകദേശമൊക്കെ മുഴുവൻ നിറച്ചിട്ടുണ്ട്. ചാക്കിൽ മിച്ചമുണ്ട്, കുറച്ച് മിച്ചമുണ്ട്. പിന്നെ ചട്ടികളിൽ പല ചട്ടികളിൽ കുറവും കൂടുതലൊക്കെ ഉള്ളത് നികത്തി എല്ലാ ചട്ടിയും ഒരുപോലെയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ചെടികൾ ഞാൻ കാണിക്കാം. ചെടികളുണ്ട്, വഴുതനയുണ്ട്, പിന്നെ തക്കാളിയുണ്ട്. ഫുള്ളായിട്ട് നട്ടു. ഇത് എല്ലാം വെക്കണ താഴെ കല്ല് വെച്ച് വെക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ആ സ്ഥലത്ത് വെയിലില്ലാത്തതുകൊണ്ട്